ഗർഭചിത്രത്തിന് അനുമതി നൽകുന്ന നിയമം റദ്ദാക്കുമെന്ന് സൂചിപ്പിക്കുന്ന കരട് രേഖ ചോർന്നതിനെ തുടർന്ന് യുഎസിൽ കത്തോലിക്ക ദേവാലയങ്ങൾക്കും പ്രോ ലൈഫ് സ്ഥാപനങ്ങൾക്കും നേരെ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ തുറന്നുവിട്ട് പ്രോ അബോർഷൻ അനുകൂലികൾ. വിശുദ്ധ കുർബാനയ്ക്കിടെ ദേവാലയങ്ങൾ അതിക്രമിച്ചു കയറി പ്രകടനങ്ങൾ നടത്തിയും ഭീഷണികൾ മുഴക്കിയും നടത്തുന്ന പ്രതിഷേധങ്ങൾ അമേരിക്കൻ കത്തോലിക്ക സഭയെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. അബോർഷന് നിയമാനുമതി നൽകുന്ന റോ വേഴ്സസ് വേഡ് നിയമം റദ്ദാക്കുമെന്ന സൂചന നൽകുന്ന സുപ്രീം കോടതിയുടെ കരട് രേഖ ചോർന്നതിനെ തുടർന്നാണ് ദേവാലയങ്ങളിലും പ്രോ ലൈഫ് സ്ഥാപനങ്ങളിലും പ്രതിഷേധക്കാർ പ്രകടനങ്ങൾ തുറന്നുവിട്ടത്. ലോസ് ആഞ്ചൽസിലെ ആർ ലേഡി ഓഫ് ദി ഏഞ്ചൽസ് കത്തീഡ്രലിൽ ദിവ്യബലിക്കിടെ അതിക്രമിച്ചു കയറിയ ഒരു സംഘം വിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന വിധത്തിൽ പ്രകടനങ്ങൾ തുറന്നുവിടുകയായിരുന്നു. അബോർഷൻവാദികളായ റൂത്ത് സെന്റേഴ്സ് എന്ന പ്രോ അബോർഷൻ സംഘടന വിശുദ്ധ കുർബാന തടസ്സപ്പെടുത്തുമെന്ന ഭീഷണികൾ മുഴക്കി സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുകളുമായി രംഗത്ത് വന്നിരുന്നു. ചുവന്ന പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചും തൊപ്പികൾ ധരിച്ചുമെത്തിയ പ്രകടനക്കാർ ഉച്ചത്തിൽ അൾത്താരയ്ക്ക് മുന്നിൽ നിന്ന് പ്രകടനങ്ങൾ നടത്തുകയായിരുന്നു. അതേസമയം ടെക്സസിലെ സെന്റ് ബർത്തലോമിയോ കത്തോലിക്ക ദേവാലയത്തിലെ സക്രാരി മോഷ്ടിക്കപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൊളറാഡോയിലെ സെന്റ് ജോൺ 23-ാമൻ കത്തോലിക്ക ദേവാലയത്തിലും അബോർഷൻ അനുകൂല ചുവരെഴുത്തുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. സിയാറ്റിൽ സെന്റ് ജെയിംസ് കത്തീഡ്രലിന് പുറത്ത് പോലീസും അബോർഷൻവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിന്റെ വീഡിയോയും പുറത്തുവന്നിട്ടുണ്ട്. കൂടാതെ വിസ്കോൺസിൽ ഫാമിലി ആക്ഷൻ പ്രോ ലൈഫ് സംഘടനയുടെ ആസ്ഥാനത്ത് തീപിടിപ്പിക്കാനുള്ള ശ്രമങ്ങളും ആക്രമണങ്ങളും ചുവരെഴുത്തുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.